ഒത്തിരി അടുത്തപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ അവനെ കണ്ടത്. ഐ ആം റിയലി ഷോക്ക്ഡ്. സേതുവിനെ ഞാൻ ന്യായീകരിക്കില്ല, പക്ഷെ അവനത് എങ്ങനെ അവനത്ര ചീപ്പാണ് ഞാൻ അറിഞ്ഞില്ല. ആനന്ദ്, അവൻ കാരണം ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്. ബട്ട് ഇപ്പൊ ഐ ആം റിയലി ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഏയ്, ഒരാൾ മിസ്ബിഹേവ് ചെയ്തെന്ന് കരുതി താൻ ഈ ഫീൽഡിൽ ക്വിറ്റ് ചെയ്യാൻ പോകണോ? കൊള്ളാം. എന്തായാലും ആ തീരുമാനം നന്നായി. എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ ഒരു ഐഡന്റിറ്റി ഐഡലിനെയാണ് ഇവിടുത്തെ ഓരോ ക്ലയൻസും ആവശ്യപ്പെടുന്നത്. ഐ ബിലീവ് ഇൻ യു. നിനക്ക് എവിടേക്ക് എത്താൻ പറ്റും. ഇനി എന്ത് ചെയ്യണമെന്ന് ആനന്ദ് പറയുന്നത്? അവനൊരു പ്രത്യേക ടൈപ്പാണ്. താൻ എന്തായാലും ആ റൂം ചെക്കൗട്ട് ചെയ്യും. ബാക്കിയെല്ലാം ഞാൻ പറയാം. ഗ്ലിറ്റ്സ് ഡയമണ്ട്സിന്റെ ഈ ഒരു ഒറ്റ ആഡ് ചെയ്താ പിന്നെ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. യു ഡിസേർവ് ഇറ്റ്. അതുകൊണ്ടാ സ്റ്റീവൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തത്. അവന്റെ ആഡ്സ് ഇതുവരൊക്കെ ബിഗ്ഗസ്റ്റ് ഷോർട്സ് ഇൻഡസ്ട്രിയാണ്. അപ്പം എന്നോട് ഓക്കെ പറയാല്ലേ? പക്ഷേ ആ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് ഇഷ്യൂ. ദാറ്റ്സ് ഓക്കെ, ഞാനത് പറഞ്ഞ് ശരിയായിപ്പോ. Many more happy returns of the day. You filthy cheat! ആനന്ദ്, I'm ready. നമുക്ക് പോണ്ടേ? നീ പൊക്കോ. ഞാൻ ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കാം. എന്താ പ്രശ്നം? ഞാൻ ഒറ്റയ്ക്കിരിക്കട്ടെ പ്ലീസ്. ഓ, നിനക്കിപ്പോ ഞാൻ അടുത്തുള്ളത് വലിയ ശല്യാണല്ലേ? എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം. എങ്ങോട്ട് കയറി പോയി? നീ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കണ്ടോ? നീ ബാക്കി നോട്ടീസാ ഒന്ന് മോർക്ക് തുറന്ന് കമ്മിറ്റ് ചെയ്യുമ്പോ നീ ആലോചനായിരുന്നു ഇങ്ങനത്തെ ഓരോ പണിയൊരു വരുമെന്ന്. ആനന്ദ്, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കമ്പനിയായിട്ടുള്ള അഗ്രിമെന്റ് ബ്രേക്ക് ചെയ്തതിന് അവരെ വക്കീൽ നോട്ടീസാ. അന്നും ഒരു ഇഷ്യൂ ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. പക്ഷെ നന്ദ, ഇതിപ്പോ നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാ നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ. ഐ എം സോറി, ബട്ട് ലുക്ക്, വി ഹാവ് ടു പേ ദിസ് കോമ്പൻസേഷൻ. ഇത്രയൊരു വലിയ എമൗണ്ട് എങ്ങനെയാണ്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നീ എന്തായാലും നിന്റെ ഇഷ്ടം അവളോട് പറ. അവൾക്കൊന്നും ഇഷ്ടാവൂടാ.
എനിക്കെൻ്റെ പപ്പായുടെ ഷെയറായിട്ട് ബാംഗ്ലൂരിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിപ്പോൾ ഒരു ചെറിയ കേസ് കൊടുക്കാം. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് വരും. പിന്നെ സിറ്റിയിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഓപ്പൺ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതൊന്നും കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രപ്പോസ് ചെയ്യും. ഹലോ സേതു, നന്ദ, എനിക്ക് നിന്നൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ദേത്തി. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവനോട് ഫേസ് സ്റ്റോറി പറഞ്ഞ് അന്ന് ആ ക്യാഷ് വാങ്ങിച്ചത്? പേയ്മെന്റ് സെറ്റിൽ ചെയ്ത് അവനെ കൺവിൻസ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ? ഇതിപ്പോ എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ. പിന്നെയും ഇവനിതെന്തിനാ? നന്ദ, we have to face this. But how? This is getting into my head, Anand. നീ പറഞ്ഞ അവൻ കേക്കില്ല. ഞാൻ പോയി സംസാരിക്കാം. Hey, നന്ദ, നന്ദ പോകരുത്. Leave me. പറയുന്ന കേളി. Anand, leave me. He is carrying a gun. ഡോർ തുറന്നാൽ he'll shoot you. He has gone mad. Let's call the police. Let's call the Hey, police. നന്ദ, no. നന്ദ, no. നന്ദ വേണ്ട. ഞാൻ പറയുന്നത് വേണ്ട. നന്ദ, Please. വേണ്ട. നന്ദ, no. Anand, calm down. ഞാനൊന്ന് വിളിക്കട്ടെ? നീ ഞാൻ പറയുന്നത് നന്ദ. Anand, please. നിനക്കൊരു അഫയർ ഉണ്ടെന്നും നീ നിന്റെ ബോയ് ഫ്രണ്ടും ഈ റൂമിലുണ്ടെന്നും അവനറിയാം. പക്ഷേ അത് ഞാനാണെന്ന് അവനിപ്പോൾ അറിയില്ല. 20 minutes ടൈം ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ അവൻ കാണാതെ എനിക്ക് മുറി വിട്ട് പുറത്തു പോകണം. നീ പേടിക്കണ്ട, ഞാൻ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് റൂം ചെക്കൗട്ട് ചെയ്യിക്കാം. അതുവരെ നീ പുറത്തിറങ്ങരുത്. ട്രസ്റ്റ് മീ, I'll handle this. ഹലോ, അത് പറ്റില്ല അവന്തിക. ഇറ്റ്സ് റിയലി ചാലഞ്ചിങ് ക്യാരക്ടർ. മറ്റാര് ചെയ്താലും ഇല്ല. നന്ദ, സർ, നന്ദ ഉറങ്ങിയില്ലേ? സർ ഫ്രീ ആണോ? അവന്തിക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം.
ഓ ടെൽ മീ നന്ദ. സാറെന്തോ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഒരു സ്റ്റോറി ലൈൻ ഒന്ന് പറയാമോ? എന്റെ സ്റ്റോറി കേൾക്കാതെ നന്ദയ്ക്ക് ഉറക്കം വരുന്നില്ല? ഓ ഗോഡ്. ആക്ച്വലി എന്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സാർ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നന്ദ വല്ലാതെ ടെൻസ്ഡ് ആണല്ലോ. നമ്മളെ ഇവിടെ വെച്ച് ആരെങ്കിലും കാണുന്ന കരുതിയിട്ടാണോ? ഐ ഡോണ്ട് കെയർ. എന്തിനാ നന്ദ നമ്മളായിട്ട് ചുമ്മാ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നേ? വരൂ സർ, പ്ലീസ് സർ. പ്ലീസ് നന്ദ, നോ. സർ പ്ലീസ്, സർ പ്ലീസ്. നോ. I really വരൂ സർ. സർ പ്ലീസ് വരൂ സർ.